അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. തിരുവനന്തപുരം വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം. എത്ര പെട്ടെന്നാണ് സൗമ്യനായി നടന്നിരുന്ന അഫാൻ എന്നു പേരുള്ള 23 വയസ്സുകാരൻ അതിക്രൂരനായി മാറിയത്. ഒരു പകൽ സമയം മുഴുവൻ ആ ഒരു ക്രൂര മനോഭാവത്തോടുകൂടെ കറങ്ങി നടന്ന് തൻ്റെ ഉറ്റവരെ മുഴുവൻ ക്രൂരമായി കൊലപ്പെടുത്താൻ അവന് എങ്ങനെ കഴിഞ്ഞു? അല്ലാഹു അഅലം. ഒരു മനുഷ്യന് ആദ്യം എന്തെങ്കിലുമൊക്കെ ദേഷ്യത്തിൽ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ മനസ്സിലൊരു മാറ്റം ഉണ്ടാവില്ലേ? ഈ അഫാൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല. തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു മെൻറ്റാലിറ്റി അവൻ തുടർന്നുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ്. രാവിലെ 10 മണിക്ക് തൻ്റെ ഉമ്മയായിട്ട് തർക്കമുണ്ടാവുന്നു. ഉമ്മയോട് ക്യാഷ് ആവശ്യപ്പെടുന്നു. ഉമ്മ ക്യാഷ് നൽകിയില്ല. ആ ഒരു ദേഷ്യത്തിൽ ഉമ്മയുടെ കഴുത്തിൽ ഷാളിട്ട് മുറുക്കി സ്വന്തം ഉമ്മയെയാണ് അവന് കഴുത്തിനെരിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. എന്നിട്ട് ഉമ്മാനെ നിലത്തേക്ക് താഴേക്കിട്ട് മുഖത്തൊക്കെ അടിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. ഉമ്മയുടെ ബോധം നഷ്ടപ്പെട്ടു. ഉമ്മ മരിച്ചു എന്ന് കരുതിയാണ് അവൻ പിന്നീട് ഒരു 12 മണി സമയത്തൊക്കെ വീടൊക്കെ അടച്ച് ഡോറൊക്കെ പൂട്ടി വീടൊക്കെ ഗേറ്റൊക്കെ അടച്ച് നേരെ തൻ്റെ വല്യുമ്മയുടെ അടുക്കലേക്ക് 25 കിലോമീറ്റർ അപ്പുറത്തുള്ള പാങ്ങോടുള്ള തൻ്റെ പ്രായമായ വല്യുമ്മയുടെ അടുക്കിലേക്ക് പോകുന്നത്. മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് വല്യുമ്മയുടെ കഴുത്തിൽ ഒരു 4 പവൻ്റെ മാലയുണ്ടായിരുന്നു. ആ മാല ചോദിച്ചിട്ടാണ് പോയത് എന്നാണ്. പക്ഷെ ഒരു മാല ചോദിക്കൽ മാത്രമായിരുന്നു അഫാൻ്റെ ലക്ഷ്യം. അങ്ങനെയാണെങ്കിൽ ആദ്യം തന്നെ ഈ ചുറ്റികയൊക്കെ ആയിട്ട് കൊലപ്പെടുത്താൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടോ? അല്ലാഹു അഅലം. എന്താണ് ആ ഒരു സമയത്തുള്ള ഈ അഫാൻ്റെ മനോഭാവം എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തത്. എത്ര ക്രൂരമായിട്ടാണ് ആ സമയത്ത് അവൻ ചിന്തിച്ചിട്ടുണ്ടാവുക. എന്നിട്ട് ആ ഒരു ഭാവം പുറത്ത് കാണിക്കാതെ ബൈക്കിൽ കയറി 25 കിലോമീറ്റർ അപ്പുറത്തുള്ള പാങ്ങോടുള്ള 85 വയസ്സുകാരിയായ വല്യമ്മയുടെ അടുക്കലേക്ക് എത്തുന്നു. ഒരു 1 മണി 1:15 സമയത്ത് വല്യമ്മയോട് എന്തൊക്കെയോ ചില തർക്കങ്ങൾ ഉണ്ടാവുന്നു. മാല ചോദിച്ച് കാണുമ്പോൾ മാല വല്യമ്മയുടെ കയ്യിലില്ല, അല്ലെങ്കിൽ വല്യമ്മ കൊടുത്തിട്ടുണ്ടാവില്ല. ആ വല്യമ്മയെ വളരെ ക്രൂരമായ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ക്രൂരമായി കൊലപ്പെടുത്തി വല്യമ്മയുടെ കഴുത്തിലെ ആ ഒരു കമ്മലുമായി അവിടെ നിന്ന് പോകുന്നു. പിന്നീട് നേരെ കുറച്ചൊക്കെ കഴിഞ്ഞ് ഒരു 3 മണിയോടുകൂടെ എസ്സംപുരം തൻ്റെ മൂത്താപ്പയുടെ വീട്ടിലേക്ക് എത്തുന്നു, അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിലേക്ക്. ഈ അബ്ദുൽ ലത്തീഫ് ആണെങ്കിൽ ഈ മകൻ ഈ അഫാൻ്റെ വിഷയത്തിലേക്ക് നന്നായി ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അത്ര. അഫാൻ്റെ ഉപ്പ സ്ഥലത്തില്ലാത്തത് കൊണ്ട് തന്നെ അഫാൻ്റെ വിഷയത്തിലൊക്കെ കുറച്ച് ജാഗ്രത കാണിക്കുന്ന വ്യക്തിയാണ് ഈ അബ്ദുൽ ലത്തീഫ്. അബ്ദുൽ ലത്തീഫിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അവിടെ എന്തൊക്കെ ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അവിടെ വെച്ച് അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന തൻ്റെ മൂത്താപ്പയെ ചുറ്റിയ കൊണ്ട് വളരെ ക്രൂരമായി അടിച്ച് 20ലധികം തവണ ഒരു ചുറ്റിക കൊണ്ട് തലക്കടിച്ചിട്ടുണ്ട് എന്നാണ് മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. എത്രത്തോളമാണ് ആ ഒരു ക്രൂരത! 20ലധികം തവണ ഒരു മനുഷ്യൻ്റെ തലയിലേക്ക് ചുറ്റിക കൊണ്ട് അടിച്ചാലുണ്ടാവുന്ന ആ ഒരു മുറിയുടെ ആഘാതം അല്ലെങ്കിൽ തലയുടെ അവസ്ഥയൊക്കെ എന്തായിരിക്കും? ഇതിങ്ങനെ കണ്ടിവൻ ആസ്വദിക്കുന്നു എന്നല്ലേ. ഒരാൾ കൊലപ്പെടുത്തുക എന്നുള്ളതല്ല, കൊലപ്പെടുത്തുന്നതിനും അപ്പുറം ആ ഒരു ക്രൂരത ഇങ്ങനെ അനുഭവിക്കുക, അതെന്തോ അവന് വലിയൊരു സംഭവമായിട്ട് അവൻ കരുതുന്നു എന്നുള്ളതാണ്. അടിച്ചടിച്ച് ആ ചോര ഇങ്ങനെ തെറിക്കുന്നത് അല്ലെങ്കിൽ തലച്ചോറിങ്ങനെ ചിതറുന്നത് അവൻ കണ്ട് ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. എങ്ങനെയാണ് ഒരു മനുഷ്യൻ അത്രത്തോളമൊക്കെ പൈശാചികമായി ചിന്തിക്കാൻ വേണ്ടി കഴിയുന്നത്? എന്നിട്ട് തൻ്റെ മൂത്താപ്പയുടെ ഉപ്പയുടെ ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും പോയി ഇതുപോലെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അവരുടെ വായിലൊക്കെ തുണിയൊക്കെ തിരികിട്ടാണ് അത്ര ഇവനെ അടിച്ച് കൊലപ്പെടുത്തിയിട്ടുള്ളത്. എന്നിട്ട് തൻ്റെ കാമുകിയെ, താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ഫർസാനയെ വിളിക്കാൻ വേണ്ടി പോകുന്നു. അവിടെ ചെന്ന് അവരെയും വീട്ടിൽ കൊണ്ടുവന്ന് ക്രൂരമായി കൊലപ്പെടുത്തുന്നു. തൻ്റെ അനിയന് കുഴിമന്തി വാങ്ങിക്കാൻ വിടുന്നു. വാങ്ങിക്കാൻ വിടുന്നു. അങ്ങനെ പലതും എന്തൊക്കെയോ കേൾക്കുന്നുണ്ട്. ഏതായാലും എന്നിട്ട് അനിയനെയും വീട്ടിലെത്തി 13 വയസ്സുള്ള അനിയനെയും സ്കൂൾ വിട്ട് വന്ന അനിയനെയും വീട്ടിനകത്തേക്ക് കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവൻ്റെ മനസ്സിൽ യാതൊരുവിധ കുലുക്കും ഇല്ല എന്നുള്ളതാണ്. പടച്ചോനെ എങ്ങനെ ഇതിന് കഴിയുന്നു? എന്നിട്ട് വളരെ കൂളായി ക്രൂരതകളൊക്കെ ചെയ്തിട്ട് 4:30 അനിയനെ കൊലപ്പെടുത്തുന്നത്. എന്നിട്ട് ഈ ക്രൂരതകളൊക്കെ ചെയ്ത് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വൈകുന്നേരം 6 മണിയോടുകൂടെ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. പോകുന്ന വഴിക്ക് കണ്ട തൻ്റെ സുഹൃത്തിനോട് മച്ചാനെ 6 പേരെ ഞാൻ തട്ടി എന്നൊക്കെ വളരെ കൂളായിട്ട് പറയുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെന്ന് ഞാനിങ്ങനെ കൊലപാതകം നടത്തി എന്ന് പറയുന്നു. പടച്ചോനെ എങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടിത് കഴിയുന്നു?
ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ സിനിമയിലൊക്കെ കണ്ട് അതിൽ നിന്നുള്ള പ്രചോദനമായിരിക്കണം. അതല്ലാതെ ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ എങ്ങനെ കഴിയുന്നു, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ, ഇങ്ങനെയൊക്കെ അടിച്ച് കൊലപ്പെടുത്താനും അതിങ്ങനെ കണ്ട് ആസ്വദിക്കാനും തലച്ചോറിങ്ങനെ ചിതറുന്നത് കാണാൻ ഇവൻ്റെ കാമുകയുടെ, ഇവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഫർസാനയുടെയൊക്കെ കടി കൊണ്ടിട്ടുള്ള അവരുടെ തലയുടെ അവസ്ഥയൊക്കെ പറയുന്നത് കേൾക്കുന്നില്ല, കാണുന്ന മാധ്യമങ്ങളിലൊക്കെ അത്തരത്തിലുള്ള വാർത്തകൾ. തലച്ചോറൊക്കെ ആകെ ചിന്നിച്ചിതറി അടിച്ച് പൊളിച്ച്. സ്വന്തം അനിയൻ ഒരുപാട് സ്നേഹമായിരുന്നു അത്ര, അഫ്സാൻ എന്ന പേരുള്ള ഒരു 13 വയസ്സുകാരന്. അവൻ്റെ കണ്ണ് പോലും, ഒരു കണ്ണില്ല എന്നൊക്കെയാണ് ആ കുട്ടി എടുത്തു കൊണ്ടുപോയ ആംബുലൻസ് ഡ്രൈവർ മറ്റൊക്കെ പറയുന്നത്. അത്രമാത്രം പൈശാചികമായി ക്രൂരമായി ഏറെ സ്നേഹിച്ചിരുന്നവരെ ഇത്ര ക്രൂരമായി ഒരു മനുഷ്യൻ കൊലപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണിത് കഴിയുന്നത്? ഇതിൻ്റെ കാരണം എന്താണ്? കാരണം പലതും പറയുന്നുണ്ടെങ്കിലും പക്ഷെ എങ്ങനെ ഇതിന് കഴിയുന്നു എന്നുള്ളതാണ് ആ ഒരു മെൻറ്റാലിറ്റി. പടച്ചോനെ, ഇങ്ങനെ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ. ഒരു മനുഷ്യൻ, അതുവരെ ആ മനുഷ്യനെക്കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം ആർക്കില്ല, ആരെയും ഉപദ്രവിച്ചതായിട്ടുള്ളൊരു അഭിപ്രായമില്ല, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിരുന്നവനാണ് എന്നുള്ള അഭിപ്രായമില്ല. പിന്നെ എങ്ങനെ ഒരുത്തന് ഇങ്ങനെ ക്രൂരമായി ചെയ്യാൻ വേണ്ടി കഴിയുന്നു? അല്ലാഹു അഅലം, എന്താണെന്നറിയില്ല. ചിലപ്പോൾ ഇതൊക്കെ തന്നെയായിരിക്കും ഏതെങ്കിലുമൊക്കെ സിനിമ കണ്ട് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ആ ഒരു മോട്ടീവായിരിക്കാം ചിലപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചത്, അറിയില്ല. അങ്ങനെ പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലോ. പല ക്രൈമുകളുടെയും പുറകിൽ പല സിനിമകൾക്കും വലിയ പ്രേരണയുണ്ട്. പല സിനിമകൾ കണ്ടിട്ട് അതിൽ നിന്ന് ആവേശം കൊണ്ടാണ് എന്നൊക്കെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതൊരു ടീച്ചറുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കഴിഞ്ഞു. ഈ പുഷ്പ സിനിമ കണ്ടിട്ട് സ്കൂളിലെ പകുതിയിലധികം കുട്ടികളുടെയും സ്വഭാവം വളരെ മോശമായി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലപ്പോഴും ഈ സിനിമകൾ അതൊക്കെ വളരെ മോശം എഫക്റ്റുകൾ അല്ലെങ്കിൽ മോശം സന്ദേശങ്ങളാണ് കുട്ടികളെ കൈമാറുന്നത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താണ്? പലരും സിനിമാ താരങ്ങൾ ഭയങ്കര സംഭവമായിട്ട് കാണുന്നൊരു നാടാണ് നമ്മുടെ നാട്. കലയല്ലേ, കലാകാരന്മാർ, ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ വളരുന്നത്. ഈ കലാകാരന്മാരെന്താണ് ഈ സിനിമയിൽ കാണിക്കുന്നത്? ക്രൂരമായ കൊലപാതകങ്ങൾ, ബലാത്സംഗങ്ങൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആക്രമിക്കുന്നത്, പ്രേമം, അല്ലെങ്കിൽ വേണ്ടാത്ത സെക്സ്, അത് ഇതൊക്കെയാണ് പല സിനിമകളും നൽകുന്ന സന്ദേശങ്ങൾ. ഇത് കണ്ട് വളരുന്ന കുട്ടികളാണ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ. ആദ്യം നിരോധിക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ. പക്ഷേ അതിനൊന്നും ആർക്കും, അത്തരം കാര്യങ്ങളൊക്കെ കലയാണ്, അതൊക്കെ ഓരോരുത്തരുടെ സ്വതന്ത്രമാണ്, അത് കല, അതെന്തോ ഒരു കലാകാരന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമായിട്ട് അതിനെക്കുറിച്ചൊക്കെ പറയുന്നു. എന്നിട്ട് അത് നമ്മുടെ കുട്ടികൾ കാണുന്നു. കുട്ടികൾ എന്നിട്ട് ഇത്തരത്തിലുള്ള ക്രൂരതകൾ ചെയ്യുന്നു. ഈ ലഹരി ഉപയോഗിക്കുന്നതും കള്ളു കുടിക്കുന്നതും മദ്യപിക്കുന്നതും മോഷ്ടിക്കുന്നത്, എല്ലാത്തിനും പുറകിൽ പലപ്പോഴും ഈ സിനിമകൾക്ക് വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് അടുത്ത കാലത്ത് നടന്ന പല സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യമാണ്. അല്ലാഹു ഏതായാലും കാത്തുരക്ഷിക്കട്ടെ. ആരെയും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.